നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായതും പ്രഥമമായും ലഭിക്കേണ്ടതുമായ കടാക്ഷമാണ് അല്ലെങ്കിൽ അനുഗ്രഹമാണ് സാക്ഷാൽ കുടുംബദേവതയുടെ അനുഗ്രഹം. ഏതൊരു വീട്ടിലാണോ കുടുംബദേവതയുടെ അനുഗ്രഹം പ്രീതിയുള്ളത്, ആ വീടുകൾ നാൾക്ക് നാൾ ഉയരും എന്നാണ് പറയുക. ആ വീട്ടിലെ അംഗങ്ങൾക്കും ആ വീട്ടിലെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് അഥവാ സന്താനങ്ങൾക്കും ഉയർച്ച സൗഭാഗ്യങ്ങൾ തേടി വരും എന്നുള്ളതാണ്. എന്നാൽ കുടുംബദേവതയുടെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ വ്യക്തികളുടെ ശരീരത്തിൽ മാത്രം കാണുന്നതായ ചില അടയാളങ്ങളുണ്ട് അഥവാ ലക്ഷണങ്ങളുണ്ട്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം നിങ്ങളുടെ കുടുംബദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പിതൃക്കളുടെ അതേ മുഖച്ഛായ ഭാഗ്യം ചെയ്ത വ്യക്തികളാണ് അത്തരത്തിൽ ജനിക്കുക. അതായത് പിതൃക്കളുടെ വളരെയധികം മുഖസാദൃശ്യത്തോടെ ജനിക്കുന്നു എന്നുള്ളതാണ്. അച്ഛനെ പോലെ മകൾ വരുന്നതും അമ്മയുടെ ഛായയിൽ മകൻ വരുന്നതും ഏറെ ഭാഗ്യമാണ് എന്നാണ് പറയുക. ഈ പ്രകാരം സംഭവിക്കുന്നത് ആ കുട്ടികളുടെ സൗഭാഗ്യത്തെ, കുടുംബദേവതയുടെ കടാക്ഷത്തെ, പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം ധാരാളം മുടിയാണ്. കുടുംബദേവത പ്രീതിയുള്ള വ്യക്തികൾക്ക് ധാരാളം മുടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നും വിധമായിരിക്കും ഇവരുടെ മുടിയുടെ വളർച്ച. അത്രമേൽ അഴകുള്ള മുടിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. ഇപ്രകാരമുണ്ട് എങ്കിൽ അത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള കുടുംബദേവതയുടെ പ്രീതിയെയാണ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ ചില പ്രത്യേകമായ കാര്യങ്ങൾ ആ വ്യക്തികൾക്ക് സംഭവിക്കും എന്നുള്ളതാണ്. പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ പുതുതായി പല അവസരങ്ങളും കടന്നു വന്നു എന്ന് വരാം. അതിനാൽ അത്തരം അവസരങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഏതൊരു കാര്യത്തിലാണ് എങ്കിലും വിജയങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വിജയങ്ങൾ നേടുവാൻ സാധിക്കും വിധം കാര്യങ്ങൾ മാറിമറിയും എന്നുള്ളതാകുന്നു. ഏതൊരു കാര്യത്തിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റൊന്ന്, ബ്രാഹ്മമുഹൂർത്തത്തിൽ തനിയെ ഉണരുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഉണരുക എന്ന് പറയുമ്പോൾ മറ്റാരുടെയും സഹായമില്ലാതെ അല്ലെങ്കിൽ മറ്റാരും വിളിച്ചുണർത്താതെ തനിയെ ഉണരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് നിത്യവും അല്ലെങ്കിൽ പല ദിവസങ്ങളിലും അപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. നിത്യവും ഇപ്രകാരം സംഭവിക്കുന്നതും സൗഭാഗ്യം തന്നെയാണ്. അതിനാൽ ഇപ്രകാരം സംഭവിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, കുളിച്ച് ശുദ്ധിയോടെ വന്ന് വിളക്ക് തെളിയിക്കുകയും ഇഷ്ടദേവതയെയും അതോടൊപ്പം കുടുംബദേവത അഥവാ പരദേവതയെയും ആരാധിക്കുക. മന്ത്രങ്ങൾ ജപിച്ച് ആരാധിക്കുന്നത് ആ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നാൾക്ക് നാൾ വന്ന് ചേരുന്നതിനും ആ വീട്ടിലെ അംഗങ്ങൾ നാൾക്ക് നാൾ ഉയരുന്നതിനും സഹായകരമായി തീരും എന്നുള്ളതാണ്. ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഏതൊരു കാര്യത്തിലും പെട്ടെന്ന് പ്രശ്നപരിഹാരം പോലും തേടിയെത്തുവാൻ സാധിക്കും. അതിനാൽ തീർച്ചയായും ഈ കാര്യം ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ഏവരും ചെയ്യുന്നത് ഉത്തമം തന്നെയാക്കുന്നു. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മുതിർന്നവരുടെയും കുട്ടികളുടെയും പ്രിയപ്പെട്ടവരായിരിക്കും എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയുടെയും മനസ്സ് കീഴടക്കുവാനും അവർക്കിടയിൽ സ്വാധീനം ചെലുത്തുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും അസാധ്യമായ കാര്യമായി തീരില്ല എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഏവരുടെയും പ്രിയപ്പെട്ടവരാകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപരിചിതരായ വ്യക്തികൾ പോലും നിങ്ങളുടെ അടുത്തായിരിക്കും ആദ്യം സഹായം അഭ്യർത്ഥിച്ചെത്തുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പല ആവർത്തിയായി സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാകും. മറ്റുള്ളവർ പലപ്പോഴും നിങ്ങളെ സഹായം അഭ്യർത്ഥിച്ച് വരികയും നിങ്ങൾക്ക് സാധിക്കുന്നതായ സഹായം അവർക്ക് ചെയ്തു നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ
അത് കുടുംബ ദേവതയുടെ അനുഗ്രഹത്താലാണ്. എപ്പോഴും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. എന്നാൽ ഏതൊരു കാര്യത്തെയും പോസിറ്റീവായി ചിന്തിക്കുകയും അത്തരത്തിൽ പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുകയും വന്നു ചേരുന്ന തിരിച്ചടികളെ തീർച്ചയായും പോസിറ്റീവായി തന്നെ നേരിടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പോസിറ്റീവായ ചിന്താഗതി ഉള്ള വ്യക്തികളായിരിക്കും ഇവർ. അത് ജീവിതത്തിൽ ഉടനീളം പുലർത്തുവാൻ സാധിക്കുകയും ചെയ്യും. കാരണം കുടുംബദേവതയുടെ അനുഗ്രഹമുള്ളപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും മനോബലം, ശക്തി, ബുദ്ധി, വൈഭവം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിനാൽ ഏതൊരു കാര്യത്തിലും പരിഭ്രമിച്ചിട്ടോ അല്ലെങ്കിൽ വിഷമിച്ചിട്ടോ കാര്യമില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകുന്നതാണ്. അതിനാൽ അത് തരണം ചെയ്യാനുള്ള വഴികളായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. എന്നാൽ ഒരിക്കലും നിങ്ങൾ പതറിപ്പോകില്ല എന്ന കാര്യവും എടുത്തു പറയേണ്ടതായ കാര്യമാകുന്നു. ചെറുപ്പം മുതലേ നിങ്ങൾ വിശ്വാസികളായിരിക്കും. അതായത് ഈശ്വര വിശ്വാസം നിങ്ങളിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരിക്കും. കുടുംബ ദേവതയുടെ, ഇഷ്ടദേവതയുടെ അനുഗ്രഹമുള്ള വ്യക്തികളിൽ കാണുന്ന ഒരു ലക്ഷണം തന്നെയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ നാൾക്ക് നാൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാകുന്നു. അത് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് പ്രകടമാവുകയും ചെയ്യും. അതിനാൽ തീർച്ചയായും അത് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പ്രകൃതിയിലെ വ്യത്യാസം ഇവരെ പെട്ടെന്ന് ബാധിക്കും എന്നുള്ളതാണ്. ആ കാര്യം ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഇവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറും. പകൽ എപ്പോഴും ഉണർവോടെ ഇരിക്കുന്ന വ്യക്തികളായിരിക്കും ഇവർ. പകൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും. രാത്രി അപേക്ഷിച്ച് നോക്കുമ്പോൾ പകലായിരിക്കും ഇവർ കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കുക. അത് ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ വ്യക്തമാകുന്ന കാര്യം തന്നെയായിരിക്കും ഇവർക്ക്. അമാവാസിക്കും പൗർണമിക്കും ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകമായ മാറ്റങ്ങൾ വന്നു ചേരും. പൗർണമിയിൽ ഇവർ കൂടുതലായും സന്തോഷം ഇവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ആ സമയം വളരെയധികം സന്തോഷത്തോടെ കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഈ സമയം പല പ്രശ്നങ്ങൾക്കും പരിഹാരം പോലും കണ്ടെത്തുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. ഇനി മുതൽ അത്തരത്തിൽ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അമാവാസി ദിവസം അല്ലെങ്കിൽ പൗർണമി ദിവസം ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇവർ ഏതൊരു കാര്യം നട്ടാലും പരിപാലിച്ചാലും പെട്ടെന്ന് വളരുകയും കായ്ഫലം ലഭിക്കും എന്നുള്ളതാണ്. ഒരിക്കലും ഇവർ ചെയ്യുന്നതായ കാര്യം മോശമായി പോകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തുടക്കത്തിൽ മറ്റുള്ളവരിൽ നിന്നും പിന്തുണ ലഭിക്കണം എന്നില്ല. വിമർശനങ്ങൾ നേരിട്ടു എന്ന് വരാം. എന്നാൽ പിന്നീട് വിമർശിച്ച വ്യക്തികൾക്ക് പോലും മനസ്സിലാകും ഇവർ പറഞ്ഞതാണ് അല്ലെങ്കിൽ പ്രവർത്തിച്ചതാണ് ശരി എന്ന്. അത് ജീവിതത്തിൽ പല ആവർത്തിയായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു. മറ്റുള്ളവരെ ഒരിക്കലും ഇവർക്ക് ചതിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് മനസ്സറിഞ്ഞ് സഹായങ്ങൾ ചെയ്യുന്നവരും മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരുമായിരിക്കും ഇവർ. മുഖം നോക്കാതെ തന്നെ പല അവസരങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി എപ്പോഴും ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവർ തന്നെയായിരിക്കും ഇവർ. അത് ധനപരമാണ് എങ്കിലും അതല്ല മറ്റ് സഹായങ്ങളാണ് എങ്കിലും ജീവിതത്തിൽ ചെയ്ത് നൽകുന്നവർ കൂടിയായിരിക്കും ഇവർ. മറ്റുള്ളവരോട് അസൂയ ഉണ്ടാകണം എന്നില്ല. മറ്റുള്ളവർ ഉയർന്നു വരുമ്പോൾ ഒരിക്കലും നിങ്ങൾ അവരോട് വളരെയധികം അസൂയ മനോഭാവത്തോടെ പെരുമാറില്ല എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. തീർച്ചയായും ഈ ലക്ഷണങ്ങൾ കുടുംബദേവതാ പ്രീതിയുള്ള വ്യക്തികളിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഇല്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. കുടുംബദേവതയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ ഈ ലക്ഷണങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവുക തന്നെ ചെയ്യും.